Hello guys, welcome to our YouTube channel. So this is my first video. Okay, പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ, ലീവ് ദാറ്റ്സ് അസൈഡ്. മൈ നെയിം ഈസ് ആനന്ദ്. എൻ്റെ പേര് ആനന്ദ്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സ്റ്റാർ മേക്കറെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തോന്നുന്നൊരു ഐഡിയ ആണ്. സോ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് വർക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് ഹൗ സ്റ്റാർ മേക്കർ ലുക്സ് ലൈക്ക്. അല്ലെങ്കിൽ എന്താണ് സ്റ്റാർ മേക്കർ എന്ന് പറഞ്ഞാൽ, സ്റ്റാർ മേക്കർ ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. സ്റ്റാർ മേക്കർ ഈസ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം വിച്ച് ഈസ് യൂസിങ് ഫോർ സിംഗിങ് ആൻഡ് കണക്റ്റിംഗ് വിത്ത് മച്ച് മോർ പീപ്പിൾ ആൻഡ് പ്ലേയിങ് ഗെയിംസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി ആൾക്കാരുമായിട്ട് പാട്ട് പാടാം, കൂട്ടുകൂടാം, അങ്ങനെ ഒരു 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 സംഗതി മാത്രമുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്നുണ്ടായി. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. സോ സ്റ്റാർ മേക്കർ എന്താണെന്ന് പറഞ്ഞു, ഒരു പാട്ട് പാടുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ. സോ ഒരുപാട് കൂട്ടുകാരെയൊക്കെ കിട്ടും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇഷ്ടം പോലെ ഗെയിമുകളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു കുറച്ച് വലിയ വീഡിയോ തന്നെ വേണ്ടി വരും. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഇപ്പോൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എഡിറ്റിങ്ങിൽ അപാകതകളൊക്കെ ഉണ്ട്. കാര്യം ഒരുപാട് കാലത്തിന് ശേഷം ജസ്റ്റ് എൻ്റെ സ്കില്ലൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദാറ്റ് വിൽ വർക്ക്. എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് പാട്ടുകൾ പാടുന്നത്? പാട്ടുകൾ പാടാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പാർട്ടി റൂമുകളുണ്ട്. ആൻഡ് നമുക്കല്ലാണ്ട് തന്നെ പാട്ടുകളുടെ ഇതുപോലെ പാടി പോസ്റ്റ് ചെയ്യാം. ഇഷ്ടംപോലെ പോസ്റ്റുകൾ നമുക്കിടാം. പാട്ട് മാത്രമല്ല, വേറെ എന്ത് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാരുടെ കൂടെ പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇവെന്തോ എന്നിരുന്നാലും പാട്ട് കാണാൻ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരെണ്ണം എടുത്ത് പ്ലേ ചെയ്യാം. പക്ഷേ ഓഡിയോ ഇവിടെ കട്ടായിരിക്കും. സോ ദ ഫേമസ് സോങ് കബി കബി മേരെ ദിൽ മേ ഖയാൽ ആത്താ ഹേ. ഓക്കെ, ഇതുപോലെ ആരുടെ പാട്ട് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. ആരുടെ പാട്ട് വേണമെങ്കിലും, മീൻസ് ഇപ്പോൾ വലിയ വലിയ ഗായകരുടെ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്കെടുത്ത് പാടി മറ്റുള്ളവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇൻവൈറ്റ് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. സോ ഈ പാട്ടൊക്കെ അറിയാവുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ബിക്കോസ് ഇതൊക്കെ വളരെ ബേസിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. സോ ഗെയിമുകളെയൊക്കെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഒരുപാട് ഗെയിമുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പാട്ട് പാടാനായിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ഒരു കുഞ്ഞ് ഫാമിലിയാണ്. സോ ദിസ് ഈസ് മൈ ഫാമിലി ട്യൂൺസ്. അതെ, ഇത് നമ്മുടെ വലിയ ഫാമിലി. 79ഓളം മെമ്പേഴ്സ് ഉണ്ട്. നമ്മളൊരു ലെവൽ 10 റീച്ചായൊരു ഫാമിലിയാണ്. ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. എല്ലാവരും മലയാളീസാണ്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിക്കൊന്നും ഒരു കുഴപ്പവുമില്ല. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ആൻഡ് പാർട്ടി റൂമുകൾ, അതായത് നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലേക്കും പോകാനും പാട്ടുകൾ പാടാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ഇടങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ ഫാമിലി ടാസ്ക് കിടക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഏതെങ്കിലും പാർട്ടി റൂമിൽ പോയാൽ എന്നെ പിടിച്ചു ഇടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി റൂം, പാർട്ടി റൂം, ടാസ്ക്, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെപ്പറ്റി വളരെ ഗഹനമായി പിന്നെ ചർച്ച ചെയ്യാം. സോ യെസ്, നമുക്കിഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള ആരുടെ വേണമെങ്കിലും പാട്ടുകളുണ്ട്, നമുക്ക് പാടാം. ഇപ്പോൾ ഒരു മലയാളം സോങ്, പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിക വസന്തം, KG യേശുദാസ് സാറിൻ്റെ മനോഹരമായ ഗാനം സിംഗ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരികളുണ്ടാവും. നമുക്കത് സോളോ പാടാം, ഡ്യുവറ്റ് പാടാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും പാടാം. മീൻസ് ഇഷ്ടംപോലെ ആളുകളുടെ ഒപ്പം ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ സോളോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാട്ടിന് വേറെ ആരും ജോയിൻ ചെയ്യാറുണ്ടാവില്ല. സോ ഡ്യുവറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോർഷൻ മാത്രം പാടിയിടാം, മറ്റേ പോർഷൻ നിങ്ങളുടെ സുഹൃത്തിന് ആർക്ക് വേണമെങ്കിലും പാടാം. സോ ക്രിയേറ്റ് ഡ്യുവറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർഷൻ തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. എനിക്കിപ്പോൾ ഇനി ഇഷ്ടപ്പെട്ട വരികൾ മാത്രം എടുത്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ
ഇത് ഫസ്റ്റ് പോർഷനാണ്. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ മാത്രം എടുക്കാം. മറ്റേ ഓപ്പോസിറ്റ് ആൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇത് നമുക്ക് പാടാത്ത, അപ്പോൾ ഓപ്പോസിറ്റ് ആൾക്ക് കൊടുക്കണമെന്നുള്ള വരികൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നമ്മൾ ഒന്നും ചെയ്യേണ്ട, സെലക്ട് ചെയ്യേണ്ട. നമുക്ക് വേണമെന്നുള്ള പാട്ടിൽ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം ഗന്ധർവഗായകൻ്റെ മന്ത്രവീണ പോലെ. അപ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ പാടുമീ രാത്രിയിൽ സ്തുതി ചേർന്നു മൗനം. ഈ സെക്ഷനൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, അങ്ങനെ വേണ്ട എന്ന് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ സോ ആ പാട്ടൊക്കെ ലീവ് ചെയ്തിട്ട്, ആ സെക്ഷൻ ലീവ് ചെയ്തിട്ട് അടുത്തത് സെലക്ട് ചെയ്യുക. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ കണ്ടോ, നമ്മുടെ ഭാഗം ചുവപ്പിൽ വന്നിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യാത്ത ഭാഗം നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ആ സെക്ഷൻ ബ്ലൂയിലേക്ക് മാറും. സോ ഓബിയസ്ലി ഓപ്പോസിറ്റ് സെക്ഷനിലുള്ള ആൾ ആ ഭാഗം പാടുകയും പാട്ട് മനോഹരമാവുകയും ചെയ്യും. സോ പാട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ സെറ്റിങ്സ് ആണ് അടുത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ നമുക്ക് ഓക്കെ, പാട്ട് ഇവിടെ അവസാനിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ സെറ്റിങ്സ്. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ നമുക്കെപ്പോഴും പാട്ട് നന്നായാൽ മാത്രം പോരാ, സെറ്റിങ്സ് കൂടി നന്നായാൽ മാത്രമേ ആ പാട്ടിൻ്റെ ശരിക്കുള്ള മനോഹാരിത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ നമ്മൾ അതുകൊണ്ട് അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയട്ടെ. സോ സെറ്റിങ്സ് എപ്പോഴും കസ്റ്റം തന്നെ കീപ്പ് ചെയ്യുക. റീവർബ് ഒരു 30 to 40 കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ കനം അനുസരിച്ച് അതിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. 30-നും 40-നും ഇടയ്ക്ക് വയ്ക്കുക. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റീവർബ് മാറുകയും അപ്പോൾ എഫക്റ്റ് കൂടുകയും, സോ അങ്ങനെ നിങ്ങൾക്ക് ആ പാട്ടിൻ്റെ മനോഹാരിത ശരിക്കും നഷ്ടപ്പെടുകയും ചെയ്യും. സോ അപ്പോൾ സ്ത്രീയൊക്കെ ആണെങ്കിൽ പോലും ഒരു 35 to 40 വെക്കുക. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു 32 to 38, 32 മുതൽ 38 വരെയൊക്കെ വെച്ചാൽ മതിയാവും. 40 വെച്ചാൽ പോലും എക്കോ വരും. പക്ഷേ തുറന്നൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ 40-ലേക്കൊക്കെ നിങ്ങൾക്ക് കടക്കാം. ഇതിലെ റൂം സൈസ് എന്ന് പറയുന്ന ഈ സെക്ഷൻ വരുമ്പോൾ ഒരു 70 to 80 തന്നെ കീപ്പ് ചെയ്യാം. അതിൽ നിന്ന് വലിയ വ്യത്യാസം വരുത്താതിരിക്കുക. പിന്നെ ഓരോരുത്തരുടെ ശബ്ദം വ്യത്യസ്തമാണ്. ചിലരുടെ ശബ്ദത്തിൽ നല്ല ഗാംഭീര്യമുണ്ട്, അവർക്കൊന്നും ഒരുപാട് റൂം സൈസിൻ്റെ ആവശ്യമില്ല, മുഴക്കത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെച്ചാൽ മതി. ചിലരുടെ ശബ്ദം പതിയ ശബ്ദമാണ്, അതിനൊക്കെ നമുക്ക് ഒരുപാട് ഇതിൻ്റെ ആവശ്യമുണ്ട്, മീൻസ് എക്കോയുടെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് വിടുന്നു. സോ സെക്കൻഡ് സെക്ഷൻ എഫക്റ്റ് കഴിഞ്ഞാൽ അടുത്തത് ഡീനോയ്സ് ഒരു 1-ലോ 2-ലോ ഇടുക. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈലിസ്റ്റേക്കും പോയി കഴിഞ്ഞാൽ പാട്ടിൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് നഷ്ടപ്പെടും. നിങ്ങൾ പാടുന്ന സ്ഥലത്ത് ശബ്ദം തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ ആവശ്യമില്ല. സോ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ അത് രണ്ടും ആയിട്ടുണ്ട്. എല്ലാം ചെയ്താലും ടിക്ക് ചെയ്യുക. EQ പണ്ട് ഈ കസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നമ്മളിങ്ങനെ നീക്കി അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ക്ലിയർ, ബ്രൈറ്റ്, വാം, എയറി, തിക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്കിടാം. ഓക്കെ, അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചൊന്ന് സെലക്ട് ചെയ്യുക. സോ ഓഫ് കോഴ്സ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനെ ഫോളോ ഇടുക, എല്ലാവർക്കും ഇൻവൈറ്റ് കൊടുക്കുക. പിന്നെ ഇതും ഓണാക്കി വയ്ക്കുക, ഷെയർ ടു ദ ഫാമിലി ഗ്രൂപ്പ് ചാറ്റ്. അത് ഓണാക്കി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഫാമിലിയിൽ അത് ഇഷ്ടമല്ലായിരിക്കും, അത് നമ്മൾ ഓഫ് ചെയ്തിടുക. ഫാമിലിക്ക് കുഴപ്പമില്ലെങ്കിൽ അത് ഓണാക്കുക, അത് നേരെ പോസ്റ്റ് കൊടുക്കുക. സോ ചെറിയൊരു ലോഡിങ് ടൈം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം കറങ്ങി ഇവനങ്ങ് പോസ്റ്റ് ആവും. പാട്ട് പാടുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാട്ട് അടിപൊളിയായിരിക്കും. എല്ലാവരുടെ മുമ്പിലും നിങ്ങളുടെ ശബ്ദം കൂടുതൽ എത്തിക്കാനും നിങ്ങൾക്ക് ഇവർക്കിടയിലൊക്കെ ചെറുതായിരുന്ന സ്റ്റാർ ആവാനൊക്കെ ഇത് നിങ്ങളെ വളരെ സഹായിക്കും. സോ യെസ്, ഇതാണ് ബേസിക്. ഇതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ബേസിക്കാണ്. സോ ആ പാട്ട് ഓബിയസ്ലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള എവിടെ വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം, സ്റ്റാറ്റസ് ഇടാം. ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ പാട്ട്. സോ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇതുപോലെ നമുക്ക് ഇത് സജഷൻസ് ഉണ്ടാവും. എല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈവ്, റൂം, ചാറ്റ് ആൻഡ് ഗെയിംസ് ഇതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. സോ അതൊക്കെ മറക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുവാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ
ഇടാം. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി സംശയ ദൂരീകരണം നടത്തുന്നതായിരിക്കും. പറ്റാത്ത കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തന്നെ ചർച്ച ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. സോ